കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കി ഇൻസ്റ്റഗ്രാമിൽ. അങ്ങനെ എല്ലാം നോക്കി അതിനുശേഷം കുറച്ച് 2-3 ഫോട്ടോസ് ലൈക്ക് ചെയ്തപ്പോൾ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് വരുമല്ലോ, അങ്ങനെ റിക്വസ്റ്റ് വന്നു. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തു. മെസ്സേജ് 2 ദിവസം കഴിഞ്ഞ് മെസ്സേജ് വന്നു. പിന്നെ പെങ്ങൾ പോയ വിഷമം ഞാനിങ്ങനെ എന്താ പറയുക, പോട്ടെ സാരില്ലാതെ വേറെ തുടങ്ങിയതാണ്, സ്വാതന്ത്ര്യത്തിൽ തുടങ്ങിയതാണ്. ഇതായിരുന്നു വെറുതെ ചോദിക്കുന്നത്. ഫസ്റ്റ് ടൈം അവൻ എന്റെ ഫേസിൽ നോക്കി ഐ ലവ് യു പറഞ്ഞത് അതൊരു റെയിൽവേ സ്റ്റേഷനിൽ. അന്ന് ഞാൻ നിന്ന് വേറെ അപ്പേ ആൾക്കാർ ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ കണ്ണൂർ സ്റ്റേഷനിൽ 2 മിനിറ്റ് നിൽക്കുന്നു. 2 മിനിറ്റ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റും ഇത്രയും ആൾക്കാർ. ഞാൻ മാത്രമേ ഒരാൾ വന്നിട്ട് അതിലെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ കയറി ഞാൻ ഡൽഹിക്ക് പോകുന്നു. കുടുംബത്തിലാദ്യത്തെ കല്യാണം ആയതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പോഴും ചെറിയ അടി ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ? ആ അടി സീരിയസ് ആവാതെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അടി ഉണ്ടാക്കുക. അതിനുശേഷം അറിയാം അവർ രണ്ടും എങ്ങനെയാ തിരിച്ച് സ്നേഹിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ അടിപൊളിപോലെ സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. We love you guys. Bye bye. क्या कहूं क्यों ना मैं चुप रहूं, खामोशियां मेरी ज़ुबां बनके तुमको छू लेंगी. ഞാൻ വിചാരിച്ചതേ അല്ല നമ്മൾ ഈ ഒരു മൂവ്മെന്റ് ഇവിടെ നിൽക്കുമെന്ന്, നമ്മളെ കല്യാണം കഴിക്കുന്ന ഒന്നും വിചാരിച്ചില്ല. പക്ഷെ സംഭവം സെറ്റായി. ഞങ്ങൾ പേടിച്ച് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കയ്യെ കാലയെ പിടിച്ച് ഒപ്പിച്ച്. In my eyes you were like dandelions in summertime, always dancing round in my mind, beautiful butterfly. ഒരു മധുരം വെപ്പിനെ ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പരിചയപ്പെട്ട ഫസ്റ്റ് മൂമെന്റ് അവൾ വന്ന് ഹായ് പറയുന്നതും സ്മൈൽ ചെയ്യുന്നതും അത് അന്ന് മനസ്സ് തട്ടിയതാ. പിന്നെ ദേ ഇവിടെ നിൽക്കുന്നു. ഇന്ന് സ്വന്തമാക്കാൻ പോവാ.